ഏത് ബിസിനസ്സിലും സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. സെല്ലിംഗ് പ്രോസസ്സിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. വിൽക്കുന്ന ആൾ ഗ്രൂംഡ് ആവുക, പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിവുണ്ടാവുക, അത് ശേഖരിച്ചു വെക്കുക, കമ്പനിയെ പറ്റിയിട്ടുള്ള അറിവുണ്ടാവുക, കോമ്പറ്റീറ്ററെ പറ്റി അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ സജ്ജമായിട്ടിരിക്കുക. സെയിൽസ് വിൽക്കാൻ, പ്രോഡക്റ്റ് കസ്റ്റമറിന് വിൽക്കാൻ വേണ്ടിയിട്ട് സജ്ജരായിട്ട് നിൽക്കുക. അതിനനുസരിച്ചുള്ള ശരീരഭാഷ ഉണ്ടാക്കി വെക്കുക, അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ഡ്രസ്സിങ്ങിൽ അല്ലെങ്കിൽ ഗ്രൂമിങ്ങിൽ ഇതിലെല്ലാം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെൽക്കമാണ്. കസ്റ്റമറെ സ്വാഗതം ചെയ്യുക. നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സ്വാഗതം, നല്ല വെൽക്കം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെയിൽസ് ക്ലോസ് ചെയ്യുവാനുള്ള പ്രോബബിലിറ്റിയും കൂടുതലാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നീഡ് അസസ്മെൻറ്റ്. വെൽക്കം ചെയ്ത് നമ്മുടെ ഷോപ്പിലേക്ക് ആൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നീഡ് അസസ്മെൻറ്റ് നടത്തും. എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്, അതാണ് നീഡ് അസസ്മെൻറ്റ്. നീഡ് അസസ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അത് വിശദമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷനാണ്. പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. സേവനമായി കഴിഞ്ഞാലും ഉൽപ്പന്നമായി കഴിഞ്ഞാലും നീഡ് അസസ്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഇന്നതാണ് എന്ന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. പ്രസൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ നീഡ് ഇതുകൊണ്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആകുമെന്ന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമറിന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്, ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും കസ്റ്റമർ നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ട് ചെയ്യുന്നതല്ല ഒബ്ജക്ഷൻ പറയുന്നത്. അത് നമ്മുടെ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സേവനത്തിൽ അവർക്ക് താല്പര്യമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഒബ്ജക്ഷൻ. അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെയിൽസ് ക്ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അറ്റംപ്റ്റഡ് ക്ലോസിംഗ്, പ്രോഡക്റ്റ് വിൽക്കുവാൻ അല്ലെങ്കിൽ അവർ വാങ്ങുന്നു എന്ന് നാം കരുതിയിട്ട്, സെല്ല് ചെയ്യുന്ന നാം കരുതിയിട്ട്, വിൽക്കുന്ന നാം കരുതിയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അറ്റംപ്റ്റഡ് ക്ലോസിംഗ്. അതിന് 5ഓളം മെത്തേഡുകളുണ്ട്, പക്ഷേ ഇവിടെ അത് പറയുന്നില്ല, പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അറ്റംപ്റ്റഡ് ക്ലോസിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്. ദെൻ ഡീൽ ആൻഡ് ഡെലിവറി. ആ സമയത്താണ് നെഗോസിയേഷൻ വരുന്നത്. നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഈ നാം കൊടുക്കുന്ന, നാം മുന്നോട്ട് വെച്ച പ്രോഡക്റ്റും അതിൻ്റെ പ്രൈസും ഇന്നതാണ്, ഇത്രയും പ്രൈസ് തന്നു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. അവർ പറയുന്നു ആ പ്രൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ് എന്ന് പറയുമ്പോഴേ നെഗോസിയേഷൻ ഉണ്ടാവും. ആ നെഗോസിയേഷനിൽ സെയിൽസ് ചെയ്യുന്ന ആളും കസ്റ്റമറും തമ്മിൽ രണ്ടുപേരും വിജയിക്കുന്ന ഒരു ഫോമുലേക്ക് എത്തുന്നു. അതാണ് ഡീൽ ആൻഡ് ഡെലിവറി. അവിടെ കൊണ്ട് തീരുന്നില്ല. റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ആണെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പും നിർബന്ധമാണ് പോസ്റ്റ് സെയിൽസ് ഫോളോ അപ്പ്. വിൽപ്പന നടത്തി കസ്റ്റമർ പോയി കഴിഞ്ഞാൽ, ആ പ്രോഡക്റ്റ് അവർ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്നെല്ലാം അവരോട് ഫീഡ്ബാക്ക് എടുക്കുന്ന സ്റ്റെപ്പാണ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫോളോ അപ്പ്, പോസ്റ്റ് സെയിൽസ് ഫോളോ അപ്പ് ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയും 8 സ്റ്റെപ്പുകൾ പ്രോപ്പറായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കമ്പനിയാണെങ്കിൽ, കൃത്യമായിട്ട് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു കമ്പനിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റാഫും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളുടെ അഭാവത്തിലും വേറൊരാളെ കൊണ്ട് ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടത്തുവാൻ സാധിക്കും. ഒരു കാരണവശാലും പീപ്പിൾ ഓറിയൻറ്റഡ് അല്ലാതെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.